നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടക്കുന്നു. പേരാവൂരിൽ ശൈല ടീച്ചറിന്റെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനം വന്നു. നേരത്തെ തന്നെ തീരുമാനിച്ചെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടൊരു പേരായിരുന്നു. അപ്പം തന്നെ ഒരു ചോദ്യം വന്നിരുന്നൊരു കാര്യമുണ്ട്, ഈ മട്ടന്നൂർ പോലത്തെ ഇത്രയും ഷുവർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റുന്നത്? എന്തിനാണ് ഇങ്ങനെ പരീക്ഷണ വസ്തുവാക്കുന്നത്? അവർക്ക് എന്താ തോന്നുന്നത്? എനിക്കതൊരു പരീക്ഷണമായിട്ട് തോന്നുന്നില്ല. 2006 അതായത് 1991 മുതൽ 2006 വരെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം UDF-ന്റേതായിരുന്നു. ആ കോട്ട തകർത്തുകൊണ്ട് 9999 വോട്ടിന് അത്രയും വലിയ ഭൂരിപക്ഷത്തില് പിന്നെ ടീച്ചർ കയറി വന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കാന് LDF ടീച്ചറെ ഇറക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ രീതിയിലാണോ അത് ഇത്രയും സീനിയോറിറ്റി ഉള്ള ഒരു നേതാവ്, ആ നേതാവിനെയാണോ ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളും മാറ്റിയിട്ട് നമ്മൾ പരീക്ഷണ വസ്തുവാക്കണമെന്നുള്ള ചോദ്യമാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. കാരണം എല്ലാ ദിവസവും പരീക്ഷണം നടത്തുന്ന സ്ഥലത്ത് മുപ്പത്തെ കൊണ്ടിരുന്ന ഒരു പരിപാടി ഇപ്പൊ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ജയരാജനൊക്കെ ഒതുക്കിയ മാതിരിയാണ് ശൈല ടീച്ചർ ഒതുക്കുന്നുള്ളൊരു വർത്താനാണല്ലോ കേൾക്കുന്നത്. കാരണം ഈ പേരാവൂരിൽ സത്യത്തിൽ ആദ്യം ഇത്രയും ഭൂരിപക്ഷം നേടി ജയിച്ചെങ്കിലും സണ്ണി ജോസഫുമായിട്ട് ഇവര് പരാജയപ്പെടുന്നുണ്ട് 2011. അത്രയും ആ വലിയ മറ്റ് ജയത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2011. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫുമായിട്ട് പരാജയപ്പെടുകയാണ് ശൈല ടീച്ചർ. പിന്നെ അവിടുന്നാണ് കൂത്തുപറമ്പിലേക്ക് അവർ പോകുന്നത്. കൂത്തുപറമ്പിൽ പോയപ്പോഴാണ് ആരോഗ്യമന്ത്രി വരുന്നത്. അതിനുശേഷം പക്ഷേ ശൈല ടീച്ചർക്ക് ഒരു പ്രതിച്ഛായ മാറ്റം, അവിടെയാണ് ആ മാറ്റമുള്ളത്. അതായത് ആരോഗ്യമന്ത്രിയായിട്ട് വലിയ രീതിയിൽ പ്രതിച്ഛായ നേടി. ഇപ്പൊ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ആ പേരാവൂറുകാരുടെ MLA ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഴുവനാണ്. കേരളത്തിന്റെ ടീച്ചറാണ്, കേരളത്തിന്റെ ശൈലജ ടീച്ചറാണ്. ടീച്ചർ അമ്മ എന്നുള്ള ഇമേജ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇമേജുമായിട്ടാണ് 2026 ടീച്ചർ പേരാവൂരിലേക്ക് വരുന്നത്. പക്ഷേ ഇതേ ഇമേജ് നിലനിൽക്കുന്ന സമയത്താണ് അവര് വടകരയിൽ ഇറങ്ങുന്നത്. മട്ടന്നൂരിൽ നല്ല വിജയം, അതായത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം 60,000-ലധികം വോട്ടുകളുടെ വിജയം നേടിയ. ആ ബലത്തിലാണ് ശൈല ടീച്ചറെ വടകരയിലെതിരായിട്ട് വടകര നിൽക്കും കേരളത്തിന്റെ ടീച്ചർമാർ എന്ന് പറഞ്ഞിട്ട് ആ ഇമേജിൽ തന്നെ ഇറക്കുന്നത്. പക്ഷെ അന്ന് ആ തരത്തിലുള്ള 1.5 ലക്ഷത്തിലധികം അത്രയും വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിനാണ് ശരിക്കും ഷാഫി പറമ്പിൽ ശൈല ടീച്ചറെ പരാജയപ്പെടുത്തുന്നത്. വടകര പോലെ മണ്ഡലമാണ് അത് യഥാർത്ഥത്തിൽ. പക്ഷെ ശൈല ടീച്ചർ ഒരു ഇമേജ്, ഒരു പ്രതിച്ഛായ അതിനെല്ലാം തകർത്തെറിയും എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാം പ്രതീക്ഷ, അല്ലെങ്കിൽ പലരുടെയും പ്രതീക്ഷ. പക്ഷെ അതിനൊക്കെ തകർക്കുന്ന രീതിയിലുള്ളൊരു അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വടകരയുടെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് എന്ന് പറയാം. അതായത് ശൈലജ ടീച്ചർക്ക് ഷാഫി പറമ്പലിന് മുമ്പിൽ തോൽക്കേണ്ടി വന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വടകരയിൽ LDF-നെ സപ്പോർട്ട് ഇല്ല. അത് നമുക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പം പക്ഷേ അതുപോലൊരു സംഗതി അല്ലേ. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് വടകരയിൽ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ വരുമ്പോൾ ശക്തനായിട്ടുള്ള ഒരു കരുത്തുറ്റ നേതാവിനെ തന്നെയാണ് LDF ഇറക്കിയത്. അത് തോൽവി ജയം പാർട്ട് ഓഫ് ദ എലക്ഷൻ, പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെ. പക്ഷെ വളരെ ശക്തിയായിട്ടുള്ള ടീച്ചറെയാണ് ഇറക്കിയത്. അതുപോലെ തന്നെ ആ ടീച്ചറെ പേരാവൂരിലേക്ക് കൊണ്ടുവരുന്നത്, പേരാവൂരിൽ പിന്നെ വളരെ സുഖമാണ്, വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന മണ്ഡലമാണ്. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തവണ ആണെങ്കിലും കഴിഞ്ഞ 3000 വോട്ടിന് മാത്രമാണ് അവിടെ UDF ഭൂരിപക്ഷം നിലനിർത്തിയിട്ടുള്ളത്. അത് മറികടക്കുക എന്ന് പറയുന്ന ടീച്ചറെ സംബന്ധിച്ച്, ടീച്ചറെ പ്രതിച്ഛായ സംബന്ധിച്ച് വലിയ വിഷയമല്ല. കഴിഞ്ഞ തവണ LDF വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി സക്കീർ ഇറക്കുകയും വലിയ തോതിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തു. കാരണം എങ്ങനെയെങ്കിലും സണ്ണി ജോസഫിൽ നിന്ന് ഈ സംഭവം പിടിച്ചെടുക്കുക എന്നുള്ള, കാരണം ശൈല ടീച്ചർ ഒരിക്കൽ പിടിച്ചെടുത്ത മണ്ഡലം അവിടുന്ന് പിന്നെ പോകുന്ന സമയത്ത് സണ്ണി ജോസഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തില് വലിയ തോതിൽ അത് സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞാൽ LDF സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് എന്നുള്ള തരത്തിൽ വരെ അത്രയും ശക്തമായ പ്രചാരമായിരുന്നു. പക്ഷെ എന്നിട്ടും സണ്ണി ജോസഫ് 3000 വോട്ടിന് ജയിക്കുകയായിരുന്നു എന്നുള്ളതാണ് വേറെ സത്യം. പോരാട്ടം എന്നുവെച്ചാൽ 3000 ഭൂരിപക്ഷം വളരെ കുറഞ്ഞതായിരുന്നുവെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രചരണം അവിടെ നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയത്, അതായത് പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടം നികത്താൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ CPM ടീച്ചർ ഇറക്കുന്നതെന്നാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും സീനിയോറിറ്റി, അത് പിണറായി വിജയന്റെ ഒപ്പം സീനിയോറിറ്റി ഉള്ള ഒരു നേതാവാണ് ശൈല ടീച്ചർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാധാകൃഷ്ണനെ ഇവിടെ മത്സരിച്ചപ്പോഴും ശൈല ടീച്ചറെ വടകര മത്സരിച്ചപ്പോഴും ഉയർന്നു കേട്ടിട്ടുള്ള 2 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആവാൻ, അത് പിണറായി വിജയൻ അത്രയും സീനിയോറിറ്റി ഉള്ള 2 പേർ, അവരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ അങ്ങനത്തെ ഒരു
തലത്തിലേക്ക് അവരെ തളച്ചിട്ടിട്ട് ഈ കേരള ഒരു പരിസരത്തിൽ നിന്ന്, അതായത് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള രണ്ടുപേരെ ഇവിടുന്ന് മാറ്റുകയാണോ ഇവർ ഒതുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് രാധാകൃഷ്ണൻ അവിടെ ജയിക്കുകയും ശൈല ടീച്ചർ പരാജയപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ശൈല ടീച്ചർ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കേണ്ടി വരും എന്നുള്ള സാധ്യത. പക്ഷെ കഴിഞ്ഞ തവണത്തെ ഒരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ തവണ മട്ടന്നൂരില് ഇത്രയും വലിയ പ്രതിച്ഛായ ഉണ്ടാക്കിയ ഒരു വനിതാ മന്ത്രി, ആ വനിതാ മന്ത്രി കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആയേക്കും എന്ന് വരെ ഉണ്ടായിരുന്ന സാധനങ്ങൾ. പുള്ളിക്കാരി ആദ്യം മത്സരിപ്പിക്കേണ്ടെന്നാ തീരുമാനിച്ചിരുന്നത് പാർട്ടി ഈ ടേമിന്റെ. പിന്നെ ഇവരുടെ ഒരു പ്രതിച്ഛായ ഇത്രയും വലുതായതുകൊണ്ട് അത് പാർട്ടിക്ക് വലിയ തോതിൽ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് മട്ടന്നൂരിൽ ഗത്യന്തരമില്ലാതെ സത്യത്തിൽ ശൈല ടീച്ചറെ മത്സരിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇവരെല്ലാരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഭൂരിപക്ഷം അന്ന് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്നവരെ കേരളം വിശ്വസിച്ചു. പക്ഷെ അതുപോലും ഒതുക്കി എന്നൊക്കെയുള്ളതായ അതിനുശേഷം വലിയ രീതിയിൽ അത് ചർച്ച വന്നു. ടീച്ചറെ പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിട്ടില്ല. അപ്പൊ പോളിറ്റ് ബ്യൂറോ അംഗമല്ലാത്ത ആരും മന്ത്രി ആവണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. അത് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. പക്ഷെ ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു തീരുമാനത്തിൽ. പക്ഷെ ആ സമയത്ത് ഒരു പക്ഷേ ടീച്ചർ കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ സംഭവിക്കാനുള്ള ടീച്ചറിന് ജനങ്ങൾക്കും വിശ്വാസമാണ്. പിന്നെ ടീച്ചർ നല്ല ഭരണാധികാരിയാണ്, അത് പ്രൂവ്ഡ് ആണ്. രണ്ടാമത്തെ ഒരു അവസരം മന്ത്രിയായിട്ടും കൊടുത്തിട്ടില്ല. അത് അവരുടെ റീച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ആൾക്കാരെ മാറ്റുന്നത് മാതിരി അങ്ങനെ ഒരു മാറ്റലാണോ ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ലാസ്റ്റ് ഇപ്പൊ മട്ടന്നൂർ പോലത്തെ ഇത്ര ഷുവർ മണ്ഡലം അത് ഉറപ്പായിട്ട് നിന്നാ ജയിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ സനോജിനെ പോലൊരാളെ, അതായത് സനോജിനെ നിർത്തി പോരാളിയാക്കാം, ബലിയാടാക്കാം, അതൊക്കെ ഇഷ്ടംപോലെ സമയമുള്ളതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ വരുന്ന സാധ്യതയുള്ള ഒരു MLA സ്ഥാനം മാറ്റിയിട്ട് വേറൊരു MLA ആയിട്ട് പോരാടാൻ വേണ്ടി ഈ MLA ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഒരു വൈരുദ്ധ്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് പേരാവൂർ പോലത്തെ ഒരു സ്ഥലം അത് കനത്ത ഫൈറ്റ് ഇത്രയും വെല്ലുവിളിക്കണമെങ്കിൽ, അതായത് പോരാടി ജയിക്കേണ്ട ഒരു സ്ഥലം, ഇത്രയും വിയർപ്പൊഴുക്കി ജയിക്കേണ്ട ഒരു സ്ഥലത്ത് എന്തിനാണ് ശൈല ടീച്ചർ, ഈ സീനിയറായിട്ടുള്ള ശൈല ടീച്ചറെ കൊണ്ടിട്ടെന്നുള്ളതാണ് ചോദ്യം. അത് ഇത്രയും വലിയൊരു മലയോര മണ്ഡലത്തില് ഇനി വീണ്ടും മല കയറി ഇവര് പാവം വോട്ട് ചോദിച്ച് ഇവർ ഈ വേനൽക്കാലത്ത് ശരിക്കും വേർക്കും എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് ഡിപ്ലോ ചെയ്തിട്ട് ഇവരെ മട്ടന്നൂർ തന്നെ നടത്തി നമുക്കൊരു ഉറപ്പിക്കാം, ഒരു സീറ്റ് ഉറപ്പിക്കാം എന്നുള്ളതാണല്ലോ. ടീച്ചർക്ക് MLA സ്ഥാനം നേടിക്കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പാർട്ടി ചിലപ്പോൾ പ്രയോറിറ്റി കൊടുത്തത് അവിടെ ഒരു വിജയം നേടുക എന്നുള്ളതായിരിക്കും. കാരണം വിജയം പുള്ളിക്കാരത്തി ഒരിക്കൽ പ്രവർത്തന മികവുകൊണ്ട് തന്നെ അവിടുന്ന് ജയിച്ചു വന്ന ആളാണ്. ഒരു തവണ തോൽവി നേരിടേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം ശൈലജ ടീച്ചർ ഇമേജ് വലിയ രീതിയിൽ മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഇമേജോട് കൂടി ടീച്ചർ അവിടെ നിന്ന് ജയിച്ച് വരട്ടെ എന്നായിരിക്കാം പാർട്ടി തീരുമാനിച്ചത്. പുള്ളിക്കാരുടെ സ്ഥലമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF വേറുള്ള മണ്ഡലമാണ്, ശക്തമായി വേറുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ വീണ്ടും സണ്ണി ജോസഫ് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് ശൈല ടീച്ചർക്ക് ഇത് പിടിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ പേരാവൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ UDF തട്ടകമാവുന്നതും അതുകൊണ്ട് തന്നെ ഈ മലയോര കർഷകരാണ്, കുടിയേറ്റ കർഷകരുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ടീച്ചറുടെ പ്രവർത്തനം വളരെ നല്ലതായിരുന്നു. ടീച്ചർക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് സംസാരിക്കാൻ, അവരുടെ കാര്യത്തിലേക്ക് നേരിട്ട് ഇടപെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വികസനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സണ്ണി ജോസഫ് വന്ന വലിയ രീതിയിലുള്ള വികസനമൊന്നും അവിടെ കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ മട്ടന്നൂർ മോഡല് ടീച്ചർക്ക് ഇവിടെ പറയാൻ പറ്റിയാൽ ഒരു പക്ഷെ ജനങ്ങൾ മാറി ചിന്തിച്ചേക്കാം. ടീച്ചർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചർക്ക് വലിയൊരു പ്രതിച്ഛായയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ രീതിയിൽ ആ ഒരു രീതിയിൽ ടീച്ചർക്ക് ജയിച്ച് വരാനുള്ള സാധ്യതകൾ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ ജയിക്കാൻ പറ്റും ടീച്ചർക്ക്. അതുകൊണ്ട് പാർട്ടിയും ടീച്ചറിൽ ഒരു വിശ്വാസം അർപ്പിച്ചായിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേച്ചി എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ പാർട്ടി ടീച്ചർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ കോമ്പറ്റീഷൻ വിജയിച്ച് ടീച്ചർ MLA ആവുകയാണെങ്കിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുകയാണെങ്കിൽ, അമൃത അതിന്റെ ഒറ്റ കാര്യം കൂടെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു വലിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ പോരാളി ആയിട്ട് അവിടെ ഒരു സമ്മതി തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ വന്ന് മത്സരിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്തിനാണ് ശൈല ടീച്ചർ ഇട്ട് കൊടുക്കുന്നത്, നിങ്ങൾ തന്നെ ആയിക്കൂടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അമൃത, ഈ അഥവാ
ഈ ശൈല ടീച്ചർ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു എന്ന് വിചാരിക്കാം. മത്സരിച്ച് ജയിച്ചാൽ ഈ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. പറഞ്ഞ എല്ലാവരുടെയും മുഖത്തടിക്കുന്ന പോലത്തെ ഒരു അത് തീർച്ചയായിട്ടും. അതായത് ഞാൻ നേരത്തെ പറയാൻ വന്നതും അത് തന്നെയാണ്. അതായത് ടീച്ചർ ഇത്രയും വലിയ കോമ്പറ്റീഷൻ കാഴ്ചവെച്ചിട്ട് അവിടെ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ വീണ്ടും LDF സർക്കാരാണ് അധികാരം കൈയാളുന്നത് എങ്കിൽ മുഖ്യമന്ത്രിയാകുമോ? അതിന്റെ ഉത്തരം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.